കണ്ണൂർ AKG ആശുപത്രിയിൽ നിന്ന് ചികിത്സയ്ക്കിടെ CPM പ്രവർത്തകർ രക്ഷപ്പെട്ടതിൽ കേസെടുത്തു. അഴീക്കോട് 3 നിരത്തിൽ BJP പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പിടിയിലായ അമൽ, ജിനേഷ് എന്നിവരാണ് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ ആക്രമിച്ച ശേഷം കടന്നുകളയുകയായിരുന്നു. ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങളുമായി. ബിജീഷ്, ഈ പ്രതികൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോയത്? പിന്നീട് ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ എങ്ങനെ തുടരുന്നു? സൈഫുദ്ദീൻ, ഇത് കഴിഞ്ഞ ഞായറാഴ്ച പെരളശ്ശേരിയിൽ നിന്നുള്ള ഒരു വിവാഹ പാർട്ടിക്കൊപ്പം വിവാഹ നിശ്ചയത്തിനായി അഴീക്കോട് എത്തിയ ആൾക്കാരാണ് അമൽ, അതുപോലെ തന്നെ ജിനേഷ്. പെരളശ്ശേരി വടക്കുംപാട് സ്വദേശികളാണ്. അപ്പോൾ അഴീക്കോട് എത്തിയ ഘട്ടത്തിൽ അഴീക്കോട് ഉണ്ടായിരുന്ന BJP പ്രവർത്തകരുമായിട്ട് ചെറിയ തോതിലുള്ള വാക്കേറ്റവും ഒടുവിൽ ഇവർ തമ്മിൽ സംഘർഷവും ഉണ്ടായി. ഈ സംഘർഷത്തിനിടയിൽ അമലിനും ജിനേഷിനും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ AKG ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ BJP പ്രവർത്തകർ നൽകിയ കേസിനകത്ത് അമലും ജിനേഷും പ്രതിയേർക്കപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ വൈകിട്ട് 3:15 ചികിത്സയിലിരിക്കുന്ന AKG ആശുപത്രിയിൽ നിന്ന് രണ്ടുപേരും രക്ഷപ്പെട്ടത്. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് പോലീസുകാരുണ്ടായിരുന്നു. ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ കൈ പിടിച്ച് ഒടിച്ച ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അമലിനും ജിനേഷിനും പുറമെ കണ്ടാലറിയാവുന്ന 8 CPM പ്രവർത്തകർക്കെതിരെയാണ് കേസുള്ളത്. സംഭവത്തിൽ ഈ രക്ഷപ്പെട്ട അമലിനെയും ജിനേഷിനെയും കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. ശരി ബിജീഷ്.